എങ്ങനെയായിരുന്നു ജോൺസൺ മാഷുമായിട്ടുള്ള ആദ്യത്തെ ഒരു കാണലൊക്കെ ഓർമ്മയുണ്ടോ? ജോൺസൺ മാഷെ കാണലെന്ന് പറയുന്നത് ഒരു ആകസ്മികതയാണ്. ആ, വർഷങ്ങൾക്ക് മുമ്പ് 79 ഒരു ദിവസം ഈസ്റ്റ്മാൻ ആൻ്റണിയുടെ ഒരു പടം, ചെറിയൊരു പടമാണ്, ഇണയെ തേടി എന്ന് പറഞ്ഞിട്ട്. ആ. അതിനൊരു ചെറിയൊരു കവിത ടൈറ്റില്, ഇണയെ തേടുക എന്ന് പറയുന്ന എല്ലാം പ്രഭാതം, പ്രദോഷം, നദി, കടല്, ഇങ്ങനെ എല്ലാം പ്രകൃതിയിലെല്ലാം ഇണയെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കൺസെപ്റ്റിലൊരു കവിത എഴുതാൻ മറന്നു. ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. സിൽക്ക് സ്മിത അഭിനയിച്ചാണ്. ഈസ്റ്റ്മാൻ ആൻ്റണി ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കല്ലൂർ ഡെന്നീസും ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലൂർ ഡെന്നീസ് ദേവരായ മാഷായിട്ട് അന്ന് ഏറ്റവും അടുപ്പമുള്ള മനുഷ്യനാണ്. ദേവരായ മാഷ് എന്ന് വെച്ചാൽ ഒരു ഭീകരനാണെന്ന് എല്ലാവർക്കും ഒരു മുമ്പിലിരിക്കാൻ പോലും പറയില്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ ഈ കല്ലൂർ ഡെന്നീസ് മാഷിൻ്റെ ഈ മഹാലിംഗപുരത്തുള്ള കംതാർ നഗറിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാഷ് ഒരു ലുങ്കി മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ, ഷർട്ട് ഇട്ടുണ്ടാവില്ല. മാഷിൻ്റെ തോളത്തൊക്കെ കയറ്റി എന്താ മാഷ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ വളരെ കാഷ്വലായിട്ട് വർത്തമാനം പറയുന്ന ഒരു മനുഷ്യൻ അന്ന്. അപ്പോൾ ഈ കവിത കൊണ്ടേ കൊടുത്തിട്ട് കുറച്ച് കാശൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് റിലീസ് ചെയ്യണം ഈ പടം. പിന്നെ ടൈറ്റിൽ സോങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മാഷേ ഇതൊരു 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തെന്ന് കിട്ടണം. ആ മാഷ് ഇങ്ങനെ നോക്കിയിട്ട് ആഹാ അങ്ങനെയാണെന്നു, ഒരു 6 മാസത്തേക്ക് ഒക്കത്തില്ലടാന്ന്. പക്ഷേ അത് പറഞ്ഞാൽ പറ്റില്ല, ചെയ്യണം എന്ന് പറയണം. വീണ്ടും പറയണേ ഈ ഡെന്നീസ് അങ്ങനെ പറയുന്നു. പറഞ്ഞപ്പോൾ മാഷ് ഒന്നും മിണ്ടുന്നില്ല. പ്രൊഡ്യൂസറടുത്തോ ഈ ഡയറക്ടറടുത്തോ ഒന്നും ചോദിക്കാതെ അപ്പം തന്നെ സൈഡിലിരിക്കുന്ന മാഷിൻ്റെ സാധാരണ ഫോണിൽ റിങ്, ജോൺസാ ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ നീ. ജോൺസനെ വരുത്തിയിട്ട് ഈ പാട്ട് കൊടുത്തിട്ട് ഇവന്മാർ പറയുന്നത് നാളെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്, നീ എന്തെങ്കിലും ചെയ്തു കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടർ ഞാൻ കണ്ടിരിക്കുന്നതിൽ, എൻ്റെ അനുഭവത്തിൽ വേറെ വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടാവും. ആ മാഷ് ഈ കവിത ഏൽപ്പിക്കുന്നതിലൂടെ ഈ ജോൺസനെ അവതരിപ്പിക്കുകയാണ്. അത് അദ്ദേഹം പാലിച്ചു. ജോൺസന്റെ ഈ കഴിവിലൂടെ, പാട്ടിലൂടെ, പിന്നീടുള്ള എല്ലാ ചെയ്തികളിലൂടെ എന്നാണ് പറയാനുള്ളത്. അത് ദേവരാജ മാഷ് അത്രയും ബുദ്ധികൾ കണ്ടിട്ടുണ്ട്. അന്ന് വരെ മാഷ് വയലിൻ വായിക്കുന്ന ഒരു മനുഷ്യൻ, മാഷിൻ്റെ ഓർക്കസ്ട്രേഷനിലുള്ള ഒരാൾ, അത്രേ ഉള്ളൂ.